മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് UAPA ചുമത്തിയ ഡൽഹി സർവകലാശാല പ്രൊഫസർ GN സായിബാബ ഒടുവിൽ ജയിൽ മോചിതനായി. ബോംബെ ഹൈക്കോടതി ചൊവ്വാഴ്ച സായിബാബയെ കുറ്റവിമുക്തനാക്കിയിരുന്നു. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് അധികൃതർ മോചനം വൈകിപ്പിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീനാഥ്, സായിബാബയ്ക്ക് മോചനം വൈകിയതിൽ വലിയ വിമർശനങ്ങളും അമർഷവും ഒക്കെ ഉണ്ടായിരുന്നു. പല സാങ്കേതികത്വം പറഞ്ഞ് ഈ മോചനം നീണ്ടുപോകുന്നു എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം ജയിൽ മോചിതനായിരിക്കുന്നു. എന്തൊക്കെ പുതിയ വിവരങ്ങൾ? ഗോപീഷൻ ഏതാണ്ട് 10 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ നാഗ്പൂർ സെൻട്രൽ ജയിലിൽ നിന്ന് GN സായിബാബ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, ചൊവ്വാഴ്ചയാണ് ബോംബെ ഹൈക്കോടതി അദ്ദേഹത്തെയും 5 പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധി പ്രസ്താവിക്കുന്നത്. ഉടനടി തന്നെ ഇവരെ പുറത്തിറക്കണമെന്നതാണ് അന്ന് കോടതി പറഞ്ഞത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളൊക്കെ തന്നെ കുടുംബം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇന്നലെ അദ്ദേഹം പുറത്തിറങ്ങും എന്നതായിരുന്നു കുടുംബത്തിന് ആദ്യം കിട്ടിയിരുന്ന വിവരം. പക്ഷേ വൈകിട്ടോടെ ഈ സമയപരിധിക്കുള്ളിൽ ആ നടപടിക്രമങ്ങളൊന്നും തീർന്നില്ല എന്നതാണ് കുടുംബത്തിന് കിട്ടിയ അറിയിപ്പ്. പിന്നീട് ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. 2022 നമുക്കറിയാം, ബോംബെ ഹൈക്കോടതി ഇതുപോലെ അദ്ദേഹത്തെ കുറ്റക്കാരനല്ലെന്ന് കൊണ്ട് വെറുതെ വിട്ടെങ്കിലും പിന്നീട് മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അത് തടയുകയും പിന്നീട് വിശദമായ വിചാരണ നടത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുന്നത്. ഇത്തവണയും മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച് ഈ അദ്ദേഹത്തെ പുറത്തിറക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോടതി അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. അതോടെയാണ് പിന്നീട് പുറത്തിറങ്ങാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കുടുംബം കടക്കുന്നത്. ഏതായാലും ഏതാണ്ട് 2 ദിവസത്തോളം വൈകിയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങുകയാണ്. ഗോപികൃഷ്ണൻ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്.